അംഗവും കാണാം, താളി ഓടിക്കാം. ഒരൊറ്റ എക്സ്പെരിമെൻറ്റ്, 2 ഔട്ട്പുട്ട്. ഫസ്റ്റ് ഔട്ട്പുട്ട് മുതിർന്നവർക്കുള്ളതാണെങ്കിൽ രണ്ടാമത്തെ ഔട്ട്പുട്ട് കുട്ടികൾക്കുള്ളതാണ്. സംഭവം മറ്റൊന്നുമല്ല, നമ്മൾ ഇരുമ്പിലെ തുരുമ്പ് കളയുന്നൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇരുമ്പിലെ ഈ തുരുമ്പ് നമ്മൾ കളയാൻ പോകാം. ഇപ്പം ഞാനിത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇതിലെല്ലാം നിറയെ തുരുമ്പാണ്, കണ്ടോ? ഈ തുരുമ്പ് നമ്മൾ കളയാൻ പോകണം. ഞാൻ ഇതിനായിട്ട് വിനാഗിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ വിനാഗിരിയിലേക്ക് നമ്മൾ ഈ ഇരുമ്പാണിയും അത് ഇരുമ്പിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ദിവസം വെയിറ്റ് ചെയ്ത് കഴിയുമ്പം കംപ്ലീറ്റ് ഇതിൽ അലിഞ്ഞിട്ട് ഇതിലെ തുരുമ്പെല്ലാം മാറി കിട്ടും. അപ്പോൾ അതിൻ്റെ സംഭവം നമ്മൾ ചെയ്യാനായിട്ട് ഇത് കണ്ടോ, ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഈ കുപ്പിയിലേക്ക് നമ്മൾ ആദ്യം വിനാഗിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകും. ഇപ്പോൾ ഇതിൻ്റെ കാൽഭാഗത്തുള്ള ഞാൻ ഒഴിച്ചിട്ടുണ്ടേ. ഈ ആണി ഇതുണ്ടോ, ഈ ആണിയെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇതുപോലെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും. അതിനകത്തോട്ട് ചെറിയ നട്ടൊക്കെ ഉണ്ട്, നട്ടിടുന്നു. അപ്പോൾ അതേ നമ്മൾ മൊത്തം ആണി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും നടക്കുന്ന റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇരുമ്പുണ്ടല്ലോ, അതായത് നമ്മുടെ അയണും അതുപോലെ നമ്മുടെ വിനാഗിരിയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നു. ഹൈഡ്രജൻ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈഡ്രജനെ ഇതുകൊണ്ട് ഒരു ബലൂൺ ഇവിടെ എൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ബലൂണിലേക്ക് ഈ ഹൈഡ്രജൻ കളക്ട് ചെയ്യപ്പെടും. ഇതിപ്പോൾ പെട്ടെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു റിയാക്ഷൻ ചെയ്തായിരുന്നു. അതായത് ഹൈഡ്രജൻ ബലൂൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡും അലൂമിനിയം കൂടെ റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ്. അത് പെട്ടെന്ന് വളരെ റാപ്പിഡായിട്ട് നടക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് സമയമെടുക്കും. ഒരു 24 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് നിറയത്തുള്ളൂ. അപ്പോൾ 24 മണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ആണി വിനാഗിരിയിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ശക്തമായ മഴയാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കണ്ട് ഇതിൻ്റെ അവസ്ഥ നോക്കി, എന്തൊക്കെയോ ഇവിടെയൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് നോക്കി. അപ്പോൾ ഇതിൻ്റെ അതിൽ നമ്മൾ ഉദ്ദേശിച്ച കൂട്ട് അത്രയും ഇതേണ്ട ബലൂണിലേക്ക് ഹൈഡ്രജൻ ഒന്നും നിറഞ്ഞിട്ടില്ല. ഏകദേശം ഇത്ര മാത്രമേ നിറഞ്ഞിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചത് മൊത്തം നല്ല രീതിയിൽ നിറയുമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ 2 ഔട്ട്പുട്ടാണ് നേരത്തെ പറഞ്ഞത്. ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണി വിനാഗിരിയിലേക്ക് ഇട്ട് വെച്ചേക്കുന്നു. അത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് അതെന്തായിരിക്കും അതിൻ്റെ അവസ്ഥ, അതാണ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്പുട്ട്. രണ്ടാമത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഹൈഡ്രജൻ ഈ ബലൂണിലേക്ക് ഇങ്ങനെ നിറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ രണ്ടാമത്തെ ഔട്ട്പുട്ടായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമ്മുടെ ഈ ബലൂൺ ഒന്ന് ഊരി നോക്കാം. ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു നൂലെടുത്തിട്ടുണ്ട്. നൂല് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കാവേ. അപ്പോൾ ഇതിനകത്തിൽ ഹൈഡ്രജൻ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പൊങ്ങിപ്പോകാൻ പറ്റുന്ന പാകത്തിലുള്ള അത്രയും ഒരു ഹൈഡ്രജൻ ഇതിനകത്ത് നിറഞ്ഞിട്ടില്ല. ഇത് നമുക്ക് തൽക്കാലം വേണ്ട ഞാൻ ഇതിലോട്ട് ഒന്ന് കെട്ടി ഇവിടെ നിന്ന് വെക്കുവാണ്. ഇപ്പം തൽക്കാലം ഇവിടെ ഇരിക്കട്ടോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മുടെ വിനാഗിരി ഞാൻ ഈ കുപ്പിയിലേക്ക് ഒഴിക്കുകയാണ്. അതിൻ്റെ കളറൊക്കെ മാറുന്നുണ്ടോ, ഒരു മഞ്ഞ കളറാണ്, മൊത്തത്തിൽ ഒരു മഞ്ഞ കളറാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ അടിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. കുറച്ച് വേസ്റ്റ് പോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. മൊത്തം ഇതിൻ്റെ ഈ തുരുമ്പെല്ലാം ഇതിനകത്തോട്ട് ഇറങ്ങിയൊക്കെയാണ്. ഇവിടെ എല്ലാം ഈ തുരുമ്പ് പറ്റി പിടിച്ചേക്കുന്നുണ്ടോ നോക്കി. നമുക്കിനി അടുത്തായിട്ട് നമ്മുടെ ഈ ആണിയെല്ലാം കൂടി ഒരു കുപ്പിയിലെ വെള്ളത്തിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആഹാ, ഞാനിതിൻ്റെ ആണിയുടെ അവസ്ഥ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം എന്തുമാത്രം മാറിയിട്ടുണ്ടെന്ന് ഓക്കെ ഉണ്ടോ, പുത്തം പോയിട്ടിരിക്കുന്നത് കണ്ടോ. ഇത് താഴോട്ട് ഇടുവാണേ. രണ്ട് മൂന്ന് ആണി മാത്രമേ ചെറിയ പ്രശ്നമായിട്ടുള്ളൂ. ബാക്കി എല്ലാ ആണിയും അടിപൊളിയായിട്ട് അതിലെ തുരുമ്പെല്ലാം മാറിയിട്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയേക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഔട്ട്പുട്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഔട്ട്പുട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതെന്തുവായാലും പറഞ്ഞില്ല, നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. ബലൂണിലേക്കൊന്ന് കൊടുക്കാൻ പോകട്ടോ.
പണിപാളി, മൊത്തത്തിൽ പാളി, കത്തിയില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഔട്ട്പുട്ട് മൊത്തത്തിൽ പണിപാളി പോയി. ഫസ്റ്റ് ഔട്ട്പുട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടി. നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇരുമ്പിലെ തുരുമ്പ് കളയാൻ നമ്മൾ വിനാഗിരിയിലേക്ക് നമ്മുടെ ആണി ഇട്ട് കൊടുത്താൽ മതി. തുരുമ്പിച്ച് ആണി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആണി ഇതുപോലെ അടിപൊളിയായിട്ട് കിട്ടും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇതിലും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്താവുന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ.